കേരളത്തിലെ ഒരു മുന്നണിയുടെ കൂടെ ഒരു വേദിയിൽ ഇരിക്കാൻ വേണ്ടി നടന്ന് അവസാനം ഒരു സ്റ്റേജിൽ ഒരവസരം കിട്ടി. എന്താ ഇപ്പോ ഇങ്ങനെ ഒരു അഭിനയമോഹം തോന്നാൻ കാരണം? ഇപ്പൊ തോന്നിയ മോഹമല്ല സർ, കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. VD സതീശനെതിരെ ഒരു കണ്ടെയ്നർ ലോറി നിറയെ ആരോപണങ്ങളുമായിട്ട് വന്ന ആളാണ്. ഇപ്പൊ ഇരിക്കണ ഇരുത്തം കണ്ടോ? ഇന്നലെ വരെ ജോഷനെ തല്ലിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ. ഇവിടെ ഇതെന്നാ പറ്റിയതാ? എന്തെന്നെ പറ്റിയാലും UDF പറ്റൂലെന്ന് പറഞ്ഞ ആളായിരുന്നു. തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ കുറേ നടന്ന് അവസാനം ഇപ്പോൾ കത്ത് കൊടുത്ത് കയറി കൂടാനുള്ള പരിപാടിയാണ്. ബഹുമാനപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടതിനടുത്ത് കത്ത് കൊടുത്തപ്പോൾ 4-5 ദിവസമായിട്ടുള്ളൂ, ഒരാഴ്ച ആയിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ ചർച്ചകളുണ്ടാവും. എന്നിട്ട് കത്ത് പൊട്ടിച്ച് വായിച്ചോ സതീഷേട്ടാ? അടച്ച വാതില് തുറന്നോ? അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് മൂപ്പരെ ക്ഷണിച്ചത്. നമ്മളെ സലാംക്ക് വിചാരിച്ചത് മൂപ്പർ ഇപ്പോഴും MLA ആയതുകൊണ്ടാണ് ക്ഷണിച്ചത് എന്നാ. സലാംക്ക മൂപ്പര് രാജിവെച്ചിക്കണു, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അത്? ഇപ്പൊ ഓക്കെ അല്ല, മൂപ്പരെ ഇനിയിപ്പോ MLA എന്ന് വിളിക്കണമെങ്കിൽ മൂപ്പരിനി മത്സരിക്കാൻ തന്നെ ഇല്ലാന്നല്ലേ പറഞ്ഞേ? അപ്പൊ സലാംക്കാക്ക് അൻവർ ഇനി MLA ആണെന്ന് താല്പര്യം ഉണ്ടല്ലേ? നിങ്ങൾക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് കാര്യമല്ലല്ലോ. അൻവർ അല്പം വൈകിപ്പോയി. അങ്ങനെ ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോ കോൺഗ്രസിന്റെ പരിപാടിയിലും ഒരു കസേര കൊടുത്തു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ പറയുന്ന മാനന്തവാടിയിൽ വെച്ച് മിനിയാന്ന് കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ജാഥ നിലമ്പൂർ എത്തുന്നുണ്ടല്ലോ, എനിക്കത് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ കൂടിയാലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് UDF നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടായിരിക്കുമല്ലോ എന്നെ നിലപിടിച്ച് പറയുന്നത്. അദ്ദേഹത്തോട് നന്ദിയുണ്ട്, UDF കടപ്പാടുണ്ട്, ഒരു തർക്കവ കാര്യത്തിലില്ല. ഒരു കസേര കൊടുത്തപ്പോക്ക് 2026 ഭരണം UDF ഇപ്പം തന്നെ കൊടുത്തു അൻവർക്ക്. ഭരണം മാത്രമേ കൊടുത്തുള്ളൂ. മുഖ്യമന്ത്രി ആരാന്ന് പറയാത്തോണ്ട് തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കിട്ടി. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുകയാണ്, ഒരു സംശയമില്ല. ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്, 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDF ഉണ്ടാകുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഏതായാലും നിലമ്പൂരിൽ കോൺഗ്രസിനെ വാഴ്ത്തിപ്പാടാൻ ആര്യാടൻ ഷൗക്കത്തും പുത്തം വീട്ടിലെ അൻവറും ഒരുപോലെ ഇറങ്ങി. പക്ഷെ ആരുടെ പാട്ടാണ് നേതാക്കൾ ആസ്വദിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ഓഫീസ് അതിക്രമിച്ച് കയറി അവിടെ ബഹളം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ ഒരു UDF എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ നിലക്കുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. 9 വർഷമായിട്ട് എവിടെയായിരുന്നു എന്നൊരു ചോദ്യത്തിന് കൂടി അൻവർ സ്വാഭാവികമായിട്ട് മറുപടി വേണം. തൃണമൂലേരനായ അൻവറിന് തൃണമൂലിൻ്റെ കസേരയിൽ UDF ഒരു സീറ്റ് കിട്ടുമോ, അതോ തൃണമൂലിൻ്റെ കസേര ഒഴിവാക്കി അൻവർ തനി കോൺഗ്രസ്സുകാരനാവുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.